ഫാബ്രിക്കിനകത്തേക്ക് കാന്ത വർക്കിലുള്ള റണ്ണിങ് മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. നല്ല റിച്ച് ഫീലിംഗ് വരുന്ന പോലത്തെ ഒരു ഫാബ്രിക് ആണ്. ഫാബ്രിക്കിന്റെ ബേസ് പോകുന്നത് ലിനൻ കോട്ടൺ, അതിനകത്ത് കാന്ത ഈ റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ. 279 രൂപ 1 മീറ്ററിന് 44 ഇഞ്ച് വിഡ്ത്തിൽ. 5 കളേഴ്സ് അവൈലബിൾ ആണ്, കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്. ഇപ്പൊ ഞാവൽപ്പഴത്തിന്റെ കളർ എന്നൊക്കെ പറയുന്ന കളറിന്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ടോൺ ആണ് കേട്ടോ. നല്ലൊരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ റിച്ച് ഫീലിംഗിലുള്ള ഫാബ്രിക് ലിനൻ കോട്ടൺ, അതിനകത്ത് കാന്ത വർക്ക്. ഇപ്പൊ 2 കളറിലാണ് ത്രെഡ് പോകുന്നത്. നിങ്ങൾക്ക് ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. നല്ലൊരു എന്താ പറയാ, കളർ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഓൺലൈനിലായതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നില്ലെങ്കിലും, ഒന്ന് ഈ തുണിയുടെ അതേ കളറിന്റെ ലൈറ്റ് ടോണും പിന്നെ ഒന്നൊരു പീച്ച് ആണോ എന്ന് വെച്ചാൽ അങ്ങനെ ആകുന്ന തരത്തിലുള്ള ഒരു കളറും. ഒട്ടും എന്താ പറയാ എടുത്തു കാണിക്കുന്ന ഒരുമാതിരിയുള്ള അങ്ങനത്തെ അല്ല, നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ്. ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ 279 രൂപ 1 മീറ്ററിന്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. നമുക്ക് ഈ കളറൊക്കെ ആകുമ്പോൾ ലൈനിങ്ങിന്റെ ആവശ്യമില്ല, സ്ലിപ്സ് യൂസ് ചെയ്താലും മതിയാവും. കോഡ് സെറ്റ് പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരും. നമ്മൾ ഈ കളർ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കളറ് ക്രീം കളറാണ് കേട്ടോ, അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് കളർ എന്ന് പറയാം. ഈ കളറൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണല്ലോ പല പല ഫംഗ്ഷൻ ആയിട്ട്. അപ്പൊ അത് ഞാനിത് ലിനൻ കോട്ടണിൽ ഈ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. ഇത് ട്രാൻസ്പെറന്റ് ആണ്, കാരണം വൈറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ലൈനിങ് വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇതിനകത്ത് ചിക്കു കളറിലും പിന്നെ മിൽക്കി വൈറ്റ് കളറിലും ഉള്ള ത്രെഡ്, എല്ലാത്തിനകത്ത് 2 കളറിലുള്ള ത്രെഡാണ് റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ കാന്ത വർക്ക് പോലെ പോയിട്ടുള്ളത്. ഇനിയുള്ളത് ഒരു ബ്ലൂ ആണ്. എന്താ പറയാ, പൗഡർ ബ്ലൂവിന്റെ ഒക്കെ വളരെ നല്ല പൗഡർ ബ്ലൂ ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി കുറച്ചൊരു ഡാർക്കർ ചാർട്ട്, പൗഡർ ബ്ലൂ ആകുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആവുമല്ലോ, ഡാർക്കർ ചാർട്ടിലേക്ക് ഇത് പോയിട്ടുണ്ട്. ഇന്ന് വെയർ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും കേട്ടോ. എല്ലാം പേസ്റ്റൽ ടോൺ ആണ്. നമുക്കിനി സമ്മറിലൊക്കെ കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു പാറ്റേണിലാണ് ഈ ഫാബ്രിക്കും അതിനകത്തുള്ള ആ ഒരു വർക്കും എല്ലാം വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഒരു ഗ്രീൻ ആണ്, പൗഡർ ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഗ്രീനിലേക്കാണ് ഇതും വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം പേസ്റ്റൽ ടോൺസ് ആണ്. ഇങ്ങനെ വരും ഇത് വെയർ ചെയ്യുമ്പോൾ. പിന്നെയും പറയാൻ തോന്നുകയാണ്, അത്രയും റിച്ച് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കുർത്തികളൊക്കെ നമുക്കിത് വെച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എന്താ പറയാ ഉടുപ്പ് തയ്ക്കാനൊക്കെ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു പീച്ച് ടോൺ ആണ് കണ്ടോ. അപ്പൊ 5 കളറും നല്ല കളേഴ്സ് ആയിരുന്നു. നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. ഈ കളർ വന്നതിനൊന്നും ലൈനിങ് ഇട്ടില്ലെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ഇന്നറിൽ എന്തെങ്കിലും സ്ലിപ്സ് പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ആ വൈറ്റ് മാത്രമാണ് ലൈനിങ് ഇടേണ്ട ആവശ്യം വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി.